മലയാള സിനിമകൾ കാണാൻ മറുഭാഷ പ്രേക്ഷകർ തിയേറ്ററിലെത്തുന്നത് ട്രെൻഡായി മാറിയിട്ടുണ്ട് സമീപകാലത്ത്. മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ നേടിയ റെക്കോർഡ് കളക്ഷനും, പ്രേമലു തെലുങ്ക് സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിൽ നിന്ന് നേടിയ മികച്ച പ്രതികരണമൊക്കെ ഇതിന് ഉദാഹരണമാണ്. സമീപകാലത്ത് മറ്റ് രണ്ട് മലയാള ചിത്രങ്ങളുടെ തെലുങ്ക് പതിപ്പുകളും തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. നസ്രിൻ നായകനായ ആലപ്പുഴ ചിങ്കാനി, മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രമാണ് അത്. മോഹൻലാലിന്റെ തന്നെ എമ്പുരാൻ തെലുങ്ക് പതിപ്പും തിയേറ്ററിൽ എത്തിയിരുന്നു. ഇതിൽ ആലപ്പുഴ ചിങ്കാനിയും തുടരും എന്നീ ചിത്രങ്ങളുടെ തെലുങ്ക് പതിപ്പുകൾ നേടിയ കളക്ഷൻ എത്രയെന്ന് നമുക്ക് നോക്കാം. ഏപ്രിൽ 10-ന് മലയാളം പതിപ്പ് റിലീസ് ചെയ്ത ആലപ്പുഴ ജിങ്കാനയുടെ തെലുങ്ക് പതിപ്പിന് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് റിലീസ് ചെയ്യപ്പെട്ടത്. എന്നാൽ ഏപ്രിൽ 25-ന് മലയാളം പതിപ്പ് റിലീസ് ചെയ്യപ്പെട്ട തുടരും സിനിമയുടെ തെലുങ്ക് പതിപ്പ് പിറ്റേ ദിവസം തിയേറ്ററിലെത്തി. അതായത് രണ്ട് ചിത്രങ്ങളുടെയും തെലുങ്ക് പതിപ്പ് തിയേറ്ററിലെത്തിയതും വെറും ഒരു ദിവസത്തെ വ്യത്യാസത്തിലാണ്. ആലപ്പുഴ ജിങ്കാനയുടെ തെലുങ്ക് പതിപ്പ് തിയേറ്ററുകളിൽ 14 ദിവസം പൂർത്തിയാക്കിയെങ്കിൽ തുടരും തെലുങ്ക് പതിപ്പ് പൂർത്തിയാക്കിയത് 13 ദിനങ്ങളാണ്. പ്രമുഖ ട്രാക്കർമാരായ സാൻസിക്കിന്റെ റിപ്പോർട്ട് പ്രകാരം തുടരിന്റെ തെലുങ്ക് പതിപ്പ് ഇതുവരെ നേടിയിരിക്കുന്നത് 1.61 കോടിയാണ്. എന്നാൽ ഇതിനേക്കാൾ രണ്ടിരട്ടിയിൽ അധികമാണ് ആലപ്പുഴ ജിങ്കാന നേടിയിരിക്കുന്നത്. സാൻസിക്കിന്റെ തന്നെ കണക്ക് പ്രകാരം 4.16 കോടി നെറ്റ് ബോക്സ് ഓഫീസിൽ കളക്ഷനാണിത്. സാൻസിക്കിന്റെ തന്നെ കണക്കനുസരിച്ച് തുടരും ഇതുവരെ നേടിയിരിക്കുന്ന ആഗോള കളക്ഷൻ 178 കോടിയാണ്. ആലപ്പുഴ ജിങ്കാന നേടിയത് 70.37 കോടിയും. അതേസമയം തുടരും സിനിമയുടെ തമിഴ് പതിപ്പ് തമിഴ്നാട്ടിൽ ഇന്നു മുതൽ പ്രദർശനത്തിനെത്തും. മലയാളം പതിപ്പിന് തമിഴ്നാട്ടിൽ നേരിയ മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു. തമിഴ് പതിപ്പിലൂടെ ചിത്രം കൂടുതൽ പ്രേക്ഷകർക്ക് എത്തുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും.